നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏറെ പരിചിതമായ എള്ള് എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ കൂടുതലായിട്ട് അറിയുകയും പഠിക്കുകയും ചെയ്യുന്നു. പെഡാലിയേസി സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണിത്. ഭാരതത്തിൽ അതിപുരാതന കാലം മുതൽ എണ്ണക്കുരുവായി വളർത്തിയിരുന്ന ഒരു സസ്യമാണ് എള്ള്. ആയുർവേദത്തിൽ ഇതിനെ സ്നേഹവർഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ശാസ്ത്രീയ നാമം സെസാമം ഇൻഡിക്കം എന്നും സെസാമം ഓറിയൻ്റൽ എന്നുമാണ്. മലയാളത്തിൽ ഇതിനെ പൊതുവെ എള്ള് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ ഇതിനെ സെസാമി എന്നും ബെന്നെ എന്നും വിളിക്കാറുണ്ട്. സംസ്കൃതത്തിൽ ഇതിനെ തില എന്നും സ്നേഹരംഗ എന്നുമാണ് അറിയപ്പെടുന്നത്. ഹിന്ദിയിൽ ഇതിനെ തിൽ എന്നാണ് വിളിക്കുക. തെലുങ്ക് ഭാഷയിൽ ഇതിനെ നുവുളു എന്നാണ് വിളിക്കുക. തമിഴിൽ ഇതിനെ എള്ളു എന്നാണ് പറയുക. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഇന്ത്യ, ചൈന എന്നിവയാണ് ഏറ്റവും കൂടുതൽ എള്ള് ഉൽപ്പാദക രാജ്യങ്ങൾ. കേരളത്തിൽ പ്രധാനമായും എള്ള് കൃഷി ചെയ്യുന്നത് ഓണാട്ടുകര പ്രദേശങ്ങളാണ്. ഇതിൻ്റെ പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. എള്ള് ഹോമാഗ്നിയിൽ ഉപയോഗിക്കുമ്പോൾ പ്രകൃതി സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ എള്ളിൻ്റെ പുക അയഡിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതാണ്. ശുദ്ധമായ അയൺ ലഭിക്കാൻ എള്ള് കത്തുന്നത് നല്ലതാണ്. അയൺ അന്തരീക്ഷത്തിൽ നിറഞ്ഞാൽ വൃക്ഷജാലങ്ങൾക്ക് ശുദ്ധമായ കാർബൺ ലഭിക്കും. മൃതദേഹം അഗ്നിയിൽ ദഹിച്ചാൽ ആ ഭൂമി ശുദ്ധമാക്കാൻ ശേഷക്രിയയിൽ എള്ള് വിതറുന്നുണ്ട്. അവിടെ എള്ള് മുളച്ചു കഴിഞ്ഞാൽ ശവശരീരം കൊണ്ടുണ്ടായ അവിടുത്തെ മലിനം മാറിയതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വീട്ടിൽ നിന്നും അമ്പലം വരെയുള്ള താലമെഴുന്നള്ളിപ്പ് വഴിയിലുടനീളം ഉള്ള ചെടികൾക്ക് ഒരു പൂജയായിട്ടാണ് കണക്കാക്കുക. എള്ളിൻ്റെ എണ്ണ തന്നെ കത്തണം, എങ്കിലേ അതിന് പ്രയോജനം ഉണ്ടാകൂ. ഇപ്പോൾ മിക്കവാറും എള്ളിൻ്റെ എണ്ണയല്ല, മറ്റു പല എണ്ണകളും ഒക്കെയാണ്. രൂപവിവരണം നോക്കാം. 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ഏകവർഷ ഔഷധി വർഗത്തിൽപ്പെട്ട സസ്യമാണിത്. സസ്യത്തിൽ മുഴുവനും രോമങ്ങൾ പോലെ വെളുത്ത നാരുകൾ കാണപ്പെടുന്നു. തണ്ടുകൾ കോണാകൃതിയിലുള്ളതും പൊഴികൾ നിറഞ്ഞതുമാണ്. ഇലകൾ സമൂഹമായി വിന്യസിച്ചിരിക്കുകയാണ്. ചെടിയുടെ താഴ്ഭാഗത്തെ ഇലകൾക്ക് മറ്റുള്ളവയേക്കാൾ വീതി കൂടുതലായിരിക്കും. കൂടാതെ പല്ലുകൾ നിരത്തിയതുപോലെയുള്ള അരികുകളും മങ്ങിയ പച്ച നിറവും ഇലകൾക്കുണ്ടായിരിക്കും. പത്രകക്ഷത്തിൽ നിന്നും സാധാരണയായി ഒറ്റയായിട്ടാണ് പൂക്കളുണ്ടാകാറുള്ളത്. പുഷ്പവൃന്ദം ചെറുതാണ്. വെളുത്തതോ പാടല നിറത്തിലോട് കൂടിയോ കാണപ്പെടുന്ന ദളപുടം ഏകദേശം കുഴൽ പോലെ ആണ് കാണപ്പെടുന്നത്. ഫലം ക്യാപ്സ്യൂളാണ്. ഫലത്തിൻ്റെ അറ്റത്ത് കൂർത്ത ചുണ്ടുപോലെ ഉണ്ടാകും. ഫലത്തിന് 2.5 സെൻറ്റിമീറ്റർ നീളമുണ്ടായിരിക്കും. ഫലത്തിനുള്ളിൽ അനേകം ചെറിയ വിത്തുകൾ ഉണ്ടായിരിക്കും. ഇനങ്ങളെ നോക്കാം. വിത്തിൻ്റെ നിറം അടിസ്ഥാനമാക്കി എള്ള് 4 തരമുണ്ട് എന്നാണ് പറയപ്പെടുക. പ്രധാനമായും കറുത്ത എള്ള്, വെളുത്ത എള്ള് എന്നിവയാണുള്ളതെങ്കിലും അപൂർവമായി തവിട്ട് നിറത്തിലും ചുവപ്പ് നിറത്തിലും എള്ള് കാണപ്പെടുന്നുണ്ട്. കറുത്ത എള്ള് അല്ലെങ്കിൽ കാരെള്ളിനാണ് ഔഷധ ഗുണം കൂടുതലുള്ളത്. എന്നാൽ വെളുത്ത എള്ളിനാണ് എണ്ണ കൂടുതൽ ലഭിക്കുന്നത്. വിതയ്ക്കുന്ന അല്ലെങ്കിൽ വിളവെടുപ്പിൻ്റെ കാലം കണക്കാക്കി മൂപ്പ് കുറഞ്ഞത്, ഇടത്തരം മൂപ്പുള്ളത്, മൂപ്പ് കൂടിയത് എന്നിങ്ങനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. വിത്തിൻ്റെ ഇനങ്ങളെ നോക്കാം. ആശാളി എന്നൊരു പ്രസിദ്ധമായ ഇനമുണ്ട്. അതിന് ഭാരം കൂടുതലുണ്ട്, ദൃഢത കൂടുതലാണ്, ചെമ്പൻ നിറമായിരിക്കും, എണ്ണയുടെ അളവ് കൂടുതലായിരിക്കും. കറുത്ത തൊണ്ടൻ ഒരു ഇനമുണ്ട്. അതിന് ഭാരക്കുറവാണ്, കറുപ്പ് നിറമായിരിക്കും, എണ്ണയളവ് കുറവായിരിക്കും. മറ്റു ചില ഇനങ്ങൾ തിലോത്തമ, സോമ, സൂര്യ, തിലക്, തിലധാര, തിലറാണി, MGO 1165 എന്നീ പേരുകളിൽ ധാരാളം എള്ളിനങ്ങൾ കേരള കാർഷിക സർവകലാശാല കായംകുളം പുറത്തിറക്കിയിട്ടുണ്ട്. കാഴ്ചയിൽ എള്ളിനോട് സമാനമായ ഒരിനം സസ്യം കാടുകളിൽ കാണപ്പെടുന്നുണ്ട്. ഇതിന് കാട്ടെള്ള് എന്നാണ് പറയുന്നത്. അപസ്മാരം, ക്ഷയം, തൊണ്ടവേദന, പാമ്പിൻ വിഷം, സർവാംഗവേദന എന്നിവയ്ക്കെല്ലാം ഇത് ഉപയോഗിക്കാറുണ്ട്. എള്ളിൻ്റെ മറ്റൊരു കാട്ടുപതിപ്പാണ് ഇത്. കാട്ടെള്ളിൻ്റെ പൂവ് റോസ് കളർ ആയിരിക്കും. നല്ല എള്ളിൻ്റെ പൂവ് വെള്ളയായിരിക്കും. കാട്ടെള്ളിൻ്റെ വിത്ത് പരിക്കനായിരിക്കും. എന്നാൽ നല്ല എള്ളിൻ്റെ വിത്ത് മിനുസമുള്ളതായിരിക്കും. കാട്ടെള്ള് അത്ര രുചികരമായിരിക്കില്ല, എന്നാൽ നല്ല എള്ള് രുചികരമായിരിക്കും.
ഉൽപ്പന്നങ്ങളെ നോക്കാം. എള്ളിൻ്റെ വിത്തിൻ്റെ 50% വരെ എണ്ണ ആണ് അടങ്ങിയിട്ടുള്ളത്. എണ്ണയിൽ ഏറ്റവും അധികം ശ്രേഷ്ഠമായത് എള്ളെണ്ണയാണ്. എള്ളിൽ നിന്നും എടുക്കുന്ന പ്രധാന ഉൽപ്പന്നമാണ് എള്ളെണ്ണ. ഇതിനെ നല്ലെണ്ണ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. എൾ നൈ, അതാണ് എണ്ണ എന്ന വാക്ക് ഉണ്ടായത്. തൈലം എന്ന വാക്കുണ്ടായത് തിലത്തിൽ നിന്നുണ്ടായത് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ എണ്ണ എന്ന വാക്കും തൈലം എന്ന വാക്കും എള്ളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് സാരം. പൊതു ഉപയോഗങ്ങളെ നോക്കാം. എള്ളുൽപ്പന്നങ്ങളും പൂജയ്ക്കും ചികിത്സയ്ക്കും ഗ്രഹപാചകത്തിനും തേച്ചു കുളിക്കുന്നതിനും ഒക്കെ ഒഴിവാക്കാനാകാത്ത വസ്തുവാണ്. പയറുകഞ്ഞിയും ഉലുവക്കഞ്ഞിയും പോലെ തന്നെ എള്ളുകഞ്ഞി അല്ലെങ്കിൽ എള്ളുചോറ് പ്രചാരത്തിലുണ്ട്. ഇത് ശരീരത്തിന് വളരെ ഗുണകരമാണ്, ബലം വർദ്ധിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ പായസത്തിലും പലഹാരങ്ങൾ വറുക്കുന്നതിലും എള്ളുണ്ടയിലും ഒക്കെ എള്ള് ഉപയോഗിക്കാറുണ്ട്. എള്ളെണ്ണയും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ പിണ്ണാക്ക് കന്നുകാലികളുടെ ഭക്ഷണമാണ്. അറബികൾ അവരുടെ ഭക്ഷണത്തിൽ ധാരാളം എള്ള് ചേർക്കാറുണ്ട്. അവരുടെ പ്രധാന ഭക്ഷണമാണ് കുബൂസ്, അതിൻ്റെ കറിയാണ് ഹമൂസ്, അതിലെ പ്രധാന ചേരുവ എള്ളാണ്. എള്ളരച്ച് അതിനെ തഹീന എന്നാണ് പറയുക. ആ തഹീന ചേർത്താണ് ഹമൂസ് ഉണ്ടാക്കുന്നത്. നല്ലെണ്ണയിൽ കർപ്പൂരം ലയിപ്പിച്ച് അതുകൊണ്ട് വിളക്ക് കത്തിച്ചാൽ കൊതുകിനെ അകറ്റാൻ സാധിക്കും. പൂർവികർ നല്ലെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിച്ച് കർപ്പൂരം കത്തിച്ച് ആരതി എടുക്കുമ്പോഴൊക്കെ ഈ ഗുണങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. അമ്പലങ്ങളിൽ കത്തുന്ന ദീപങ്ങളിൽ ഉപയോഗിക്കുന്നത് എള്ളെണ്ണയാണ്. യമദേവനെ സന്തോഷിപ്പിക്കാനും ശനിദേവനായ ശാസ്താവിനെ പ്രസാദിപ്പിക്കാനും എള്ളും എണ്ണയും ഉപയോഗിക്കാറുണ്ട്. 50 ഗ്രാം എള്ള് കറുത്ത തുണിയിൽ പൊതിഞ്ഞ് തലയണയ്ക്കടിയിൽ വെച്ച് ഉറങ്ങിയാൽ കണ്ടകശനിയും ഏഴശനിയും ബാധിക്കില്ല എന്നാണ് വിശ്വാസം. തിലഹോമം, തിലധാര, എള്ളുപറ, നിരാഞ്ജന വിളക്ക്, എള്ളുപായസം എന്നിവയ്ക്കെല്ലാം എള്ള് അതിവിശിഷ്ടമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എള്ളെണ്ണ ഒഴിച്ച് നിലവിളക്കും കിഴിവിളക്കും വീട്ടിൽ കത്തിക്കുന്നത് ശുഭസൂചകമായി ആയിട്ടാണ് കണക്കാക്കുക. ഗ്രഹദോഷം, ഭൂതാവേശം, അപസ്മാരം എന്നിവയുടെ പരിഹാരത്തിന് എള്ള് ഹോമിക്കുന്ന വിശ്വാസമുണ്ട്. എള്ള് പാപങ്ങളെ ഇല്ലാതാക്കുന്നുവെന്നും സർവ്വകാമങ്ങളെയും പൂർത്തീകരിക്കുന്നുവെന്നും താന്ത്രിക തലത്തിൽ വിശ്വസിക്കപ്പെടുന്നു. നെയ്യും എള്ളും ചേർന്നതാണ് ഹവിസ്. നെയ്യ് ചേർത്ത് ഹോമിക്കുന്നത് സർവ ആഗ്രഹങ്ങളെയും സാധിക്കുമെന്നാണ് വിശ്വാസം. ശേഷക്രിയയ്ക്കും പിതൃക്രിയയ്ക്കും കൂടുതൽ ഉപയോഗിക്കുന്ന അമൂല്യമായ ദ്രവ്യമാണ് എള്ള്. രാസഘടകങ്ങളെ നോക്കാം. എള്ളിൽ 20ഓളം അമിനോ ആസിഡുകളുണ്ട്. എള്ളിൽ അന്നജവും കൊഴുപ്പും മാംസ്യവും കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, ഓക്സാലിക് ആസിഡ്, നയാസിൻ എന്നിവയുമുണ്ട്. എണ്ണയിൽ സെസാമിൻ, സെസമോളിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഔഷധ മൂല്യങ്ങളെ നോക്കാം. എള്ള് ശരീരത്തിന് സ്നിഗ്ധത ഉണ്ടാക്കുന്നതാണ്. ദീപനീയവും ത്വക്കിന് ഹിതകരവുമാണ്. മലം അയഞ്ഞു പോകാൻ സഹായിക്കുന്നതാണ്. ആർത്തവം ത്വരിതപ്പെടുത്തുന്നതാണ്. മുലപ്പാൽ ശരീരപുഷ്ടി, എല്ലുകൾക്കും പല്ലുകൾക്കുമുള്ള ബലം, ബുദ്ധി, ഓർമ്മ, കേശം, കാഴ്ച, സൗന്ദര്യം, മൂത്രം എന്നിവയൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. അമിതവണ്ണം, വായ്ക്കകത്തെ കുരുക്കൾ, മലബന്ധം, ത്വക്ക് രോഗങ്ങൾ, വിഷം, ക്ഷീണം, ഞരമ്പ് രോഗങ്ങൾ, രക്താതിസാരം, ആർത്തവദോഷങ്ങൾ, കഫം, പിത്തം എന്നിവയൊക്കെ നശിപ്പിക്കുന്നതാണ്. ആമാശയത്തിനും ഹൃദയത്തിനും ക്യാൻസറിനും ഒക്കെ ആശ്വാസം നൽകുന്നതാണ്. തലയോട്ടിയെ ദൃഢപ്പെടുത്തുന്നതാണ്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1. സ്ത്രീകൾ എള്ളു വറുത്ത് പൊടിച്ച് ആർത്തവത്തിന് ഒരാഴ്ച മുന്നേ തന്നെ കഴിച്ചു വന്നാൽ ആർത്തവ സമയമെടുക്കുമ്പോഴുള്ള വയറുവേദന മാറുന്നതാണ്. 2. രക്തവും കഫവും പോകുന്ന വയറുകടിയിൽ എള്ളരച്ച് ആട്ടിൻപാലിൽ കഴിക്കുന്നത് നല്ലതാണ്. 3. നാടൻ കോഴിമുട്ടയിൽ ശുദ്ധമായ നല്ലെണ്ണ ചേർത്ത് കഴിച്ചാൽ ലുപ്താർത്ഥവും കഷ്ടാർത്ഥവും ശമിക്കുന്നതാണ്. 4. ശരീരത്തിലുണ്ടാകുന്ന പേനിനെ എള്ളെണ്ണ തേച്ച് കുളിച്ചാൽ അത് നശിച്ചു പോകുന്നതാണ്. 5. കറുത്ത എള്ള് നെല്ലിക്കയോ താന്നിക്കയോ കടുക്കയോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് സേവിച്ചു കഴിഞ്ഞാൽ
ശരീര സൗന്ദര്യം വർദ്ധിക്കുന്നതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് ഫലപ്രദമാണ്. ഇതൊരു രസായന ചികിത്സയായിട്ടാണ് കണക്കാക്കപ്പെടുക. 6. പല പ്രാവശ്യം പാലിൽ വറ്റിച്ച് ഉണങ്ങിയ എള്ള് നായ്ക്കരണപ്പരിപ്പ് ഇട്ട് കുറുക്കിയ പാലിൽ അരച്ച് ഖണ്ഡസാരയും ചേർത്ത് സേവിച്ചാൽ ശുക്ലം വർദ്ധിക്കുന്നതാണ്. വെളുത്ത നിറം കൊടുക്കാത്ത കൽക്കണ്ടത്തെയാണ് ഖണ്ഡസാര എന്ന് പറയുക. 7. എള്ളും വേപ്പിലയും കൂടി തേനിലരച്ച് ലേപനം ചെയ്ത് കഴിഞ്ഞാൽ വ്രണങ്ങൾ ശുദ്ധമാകുന്നതാണ്. 8. എള്ളും കാർഗോകലരിയും കൂടി പൊടിച്ച് ഇച്ഛാപഥ്യത്തിൽ 1 വർഷം സേവിച്ചു കഴിഞ്ഞാൽ കുഷ്ഠം ശമിക്കും എന്ന് ചക്രദത്തൻ പറയുന്നുണ്ട്. 9. എള്ള് വറുത്ത് പൊടിച്ച് കൽക്കണ്ടമോ കരിപ്പെട്ടിയോ ചേർത്ത് ആർത്തവത്തിന് ഒരാഴ്ച മുമ്പ് മുതൽ ദിവസം 2 നേരം വീതം സേവിച്ചാൽ അല്പമായ ആർത്തവം അല്ലെങ്കിൽ ലുപ്താർത്തവവും വേദനയോടുകൂടിയുള്ള ആർത്തവം അല്ലെങ്കിൽ കഷ്ടാർത്തവവും ശമിക്കുന്നതാണ്. 10. 5 ഗ്രാം കാരള്ള അരച്ച് 10 ഗ്രാം വെണ്ണ ചേർത്ത് കൊടുത്താൽ അർശസ് ശമിക്കും. പ്രത്യേകിച്ച് രക്താർശസ്, രക്താതിസാരവും ശമിക്കുന്നതാണ്. 11. എള്ളും ചേർക്കുരുവും കടുക്കയും കൂടി പൊടിച്ച് സമം കരിപ്പെട്ടി ചേർത്ത് സേവിച്ചു കഴിഞ്ഞാൽ ശ്വാസകോശ രോഗങ്ങളും പ്ലീഹ രോഗങ്ങളും അർശസും ശമിക്കുന്നതാണ്. 12. ശുദ്ധി ചെയ്യാത്ത കൊടുവേലിക്കിഴങ്ങോ ചേർക്കുരുവോ എരുക്കിൻ്റെ പാലോ അകത്ത് സേവിച്ചാലുണ്ടാകുന്ന വിപരീത ഫലങ്ങൾക്ക് അല്ലെങ്കിൽ പാർശ്വഫലങ്ങൾക്ക് എള്ളും നാടൻ ശർക്കരയും ചേർത്ത് സേവിച്ചാൽ ശമനമുണ്ടാകുന്നതാണ്. 13. എള്ള് അയച്ച് കെട്ടി ഒരു കിഴി കെട്ടി 24 മണിക്കൂർ വെള്ളത്തിലിട്ട ശേഷം അത് മുറുക്കി കിഴികെട്ടി തൂക്കിയിടുക. മുള വന്നു കഴിഞ്ഞ് അത് വറുത്ത് ചുക്കുപൊടിയും ജീരകപ്പൊടിയും കൂടി ശർക്കര പാവു കാച്ചി നേർത്ത് ഉണ്ട പിടിക്കുക. അല്പം സർവ്വസുഗന്ധിയോ ചാതുർജാതമോ, ചാതുർജാതം എന്ന് വെച്ചാൽ ഏലം, ഇലവർഗ്ഗം, പച്ചില, നാഗപ്പൂ, ഇതാണ് ചാതുർജാതം. ഇവയോ ചേർക്കാവുന്നതാണ്. ഈ ഉണ്ട 2 എണ്ണം വീതം രാത്രിയിൽ സേവിക്കുക. അനുപാനമായി പാല് കുടിക്കുക. എരിവ്, പുളി, എണ്ണയിൽ വറുത്ത വസ്തുക്കൾ എന്നിവ കുറയ്ക്കുക. ഇങ്ങനെ ചെയ്താൽ 60 വയസ്സുകാരന് 20 വയസ്സുകാരന് സമമായ ധാതുപുഷ്ടി ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. 14. എള്ളിൻ്റെ ഇല ചതച്ച് വെള്ളത്തിലിട്ട് താളിയായി തലയിൽ തേച്ച് കഴിഞ്ഞാൽ അഴുക്കും പേനും ഈരും പോകുന്നതാണ്. മുടിയിലെ കായും മുറിയുന്നതും മാറുന്നതാണ്. താരൻ ഉള്ളവർക്കും നല്ലതാണ്. മുടിക്ക് നല്ല നീല നിറം കിട്ടാനും നല്ലതാണ്. 15. ഒരു പിടി പച്ചത്തേങ്ങയും 1 പിടി പച്ച എള്ളും കൂടി 2-3 മാസം കഴിച്ചു കഴിഞ്ഞാൽ ചർമ്മരോഗങ്ങളെ പ്രതിരോധിക്കാൻ നല്ലതാണ്. സോറിയാസിസിന് ചികിത്സിച്ച് ഭേദമായാൽ ഇത് സേവിച്ചു കൊണ്ടിരുന്നാൽ വീണ്ടും അത് വരാതെ നോക്കാവുന്നതാണ്. 16. ദിവസവും 15 മില്ലി നല്ലെണ്ണ രാത്രി കിടക്കാൻ നേരം സേവിച്ചാൽ 2 ആഴ്ച കൊണ്ട് കാല് വിള്ളുന്നത് ശമിക്കുന്നതാണ്. 17. 25 ഗ്രാം എള്ളരച്ച് 150 മില്ലി പാല് ചേർത്ത് പതിവായി സേവിച്ചു കഴിഞ്ഞാൽ മലദ്വാരത്തിൻ്റെ സമീപത്തായി കുരുപോലെ വന്നു പൊട്ടുന്ന അസുഖം, അതിനെ ഭഗന്തരം അഥവാ ഫിസ്റ്റുല എന്നാണ് വിളിക്കുക, അത് ശമിക്കുന്നതാണ്. 18. ശിരോരോഗങ്ങൾക്കും മുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും കയ്യുണ്യം, ബ്രഹ്മി, കരിനൊച്ചി, നെല്ലിക്ക എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ സ്വരസത്തിൽ 4-1 നല്ലെണ്ണ ചേർത്ത് വിധിപ്രകാരം കാച്ചി അരിച്ച് തലയിൽ തേക്കുന്നത് നല്ലതാണ്. 19. വെളിച്ചെണ്ണയും നല്ലെണ്ണയും സമം ചേർത്ത് പുരട്ടിയാൽ പൊള്ളൽ ശമിക്കുന്നതാണ്. 20. എള്ളിൻ്റെ ഇലയും വിത്തും കൂടി കഷായം വെച്ച് 25 മില്ലി വീതം ശർക്കര ചേർത്ത് സേവിച്ചാൽ വയറുകടിയും അതിസാരവും ശമിക്കുന്നതാണ്. 21. 10 ഗ്രാം എള്ളരച്ച് 10 ഗ്രാം ത്രിഫലപ്പൊടി ചേർത്ത് രാവിലെ സേവിച്ചാൽ ആരോഗ്യം വർദ്ധിക്കുന്നതാണ്. 22. ചർമ്മം വരളുന്നതിന് ഏറ്റവും നല്ല എണ്ണ എള്ളെണ്ണയാണ്. വൈകിട്ട് നല്ലെണ്ണ തേച്ച് രാവിലെ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കഴുകിയാൽ മുഖത്തെ ചുളിവുകൾ മാറാൻ നല്ലതാണ്. 23. തടിച്ചവർ മെലിയുമ്പോഴും പ്രസവിച്ച സ്ത്രീകളിലും ഒക്കെ തൊലിയിലുണ്ടാകുന്ന സ്റ്റിച്ച് മാർക്കുകൾ
ഇതൊക്കെ നല്ലെണ്ണ പതിവായി പുരട്ടിയാൽ കുറേയൊക്കെ ശമിക്കുന്നതാണ്. മുഖത്തുണ്ടാകുന്ന കറുത്ത തടിപ്പുകളും നല്ലെണ്ണ പുരട്ടിയാൽ മാറുന്നതാണ്. 24 പല്ലുവേദന, പല്ലിളക്കം, മോണപഴുപ്പ് മുതലായവയ്ക്ക് എള്ളരച്ച് മോരിൽ ചേർത്ത് 1 മണിക്കൂർ വെച്ചിരുന്ന ശേഷം അത് പല പ്രാവശ്യം കവിൾ കൊണ്ടാൽ ശമിക്കുന്നതാണ്. 10-15 മിനിറ്റ് സമയം വായിൽ പിടിക്കുകയും വായിൽ എല്ലാ ഭാഗത്തും ചെല്ലത്തക്ക വിധം കുലുക്കുകയും ചെയ്യുക. മോര് ചെല്ലുമ്പോൾ പുളിപ്പും വേദനയും ഉള്ളവർക്ക് എള്ള് കാടിയിലരച്ച് കവിൾ കൊള്ളാവുന്നതാണ്. ചുവന്ന തവിടുള്ള അരി കഴുകിയ കാടിയാണ് നല്ലത്. ആദ്യം കഴുകുന്ന വെള്ളം കളയണം. രണ്ടാമത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി എടുക്കുന്ന വെള്ളമാണ് എടുക്കേണ്ടത്. ഇത് ഒരു ദിവസം വെച്ചിരുന്ന് പുളിപ്പിച്ച് എടുത്താൽ ഗുണം കൂടുതലായിരിക്കും. ഇതിലൊരു സ്പൂൺ കറുത്ത എള്ള് അരച്ച് ചേർത്ത് കുറഞ്ഞത് 1 മണിക്കൂർ സമയമെങ്കിലും വെച്ചിരുന്ന ശേഷം കവിൾ കൊള്ളുക. 25 മൂക്കിൽ ദശ വളരുക, മൂക്കിൻ്റെ പാലം വളയുക, അസഹ്യമാമിതം കൂർക്കം വലിക്കുക മുതലായവയ്ക്ക് 1 സ്പൂൺ നല്ലെണ്ണയിൽ 1 നുള്ള് ഗ്രഹധൂപം അല്ലെങ്കിൽ ഇല്ലട്ടക്കരി എന്ന് പറയും, അത് ചേർത്ത് മൂക്കിൻ്റെ പുറത്തും കഴിയുന്നത്ര ഉള്ളിലും പുരട്ടിയാൽ ശമിക്കുന്നതാണ്. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും കഴിഞ്ഞേ ഇത് കഴുകിയോ അല്ലെങ്കിൽ തുടച്ചോ കളയാൻ പാടുള്ളൂ. പുകയില്ലാത്ത അടുപ്പിൻ്റെ കുഴലിൽ നിന്നും ഈ ഗ്രഹധൂപം എടുക്കരുത്. കാരണം ആസ്പെറ്റോസാണത്. അതിൻ്റെ തരികൾ അതിനുണ്ടായേക്കാം. അത് വളരെ അപകടം ചെയ്തേക്കാം. 26 ഏത്തക്കായ അരിഞ്ഞ് എള്ളെണ്ണയിൽ വറുത്ത് ഉപ്പ് ചേർക്കാതെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധി വികസിക്കുന്നതാണ്. 27 നല്ലെണ്ണ കുറഞ്ഞ അളവിൽ ശരീരത്തിൽ തേച്ചു പിടിപ്പിച്ചാൽ ശരീരത്തിൻ്റെ സ്രോതസ്സുകൾ തുറക്കുന്നതുകൊണ്ട് ശരീരത്തിലെ ജൈവ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മെറ്റബോളിസം വർദ്ധിക്കും. അങ്ങനെ വരുമ്പോൾ തടിച്ചവർ മെലിയും. അതുപോലെ തന്നെ സ്രോതസ്സുകൾ തുറക്കുന്നതുകൊണ്ട് രക്തപ്രവാഹം വർദ്ധിക്കുകയും പോഷകങ്ങൾ എല്ലായിടത്തും എത്തുകയും ചെയ്യുന്നതുകൊണ്ട് മെലിഞ്ഞവർ തടിക്കാനും സാധ്യതയുണ്ട്. 28 എള്ളിൻ്റെ പൂവ് നിഴലിൽ ഉണക്കി ചൂർണമാക്കി തേനിൽ ചേർത്ത് കഴിച്ചാൽ മുടിക്ക് കറുപ്പ് കിട്ടും. ഇത് അകാല നരയ്ക്കും നല്ലതാണ്. 29 എള്ളെണ്ണ കൊണ്ട് പുരുഷന്മാർ ലിംഗം മസാജ് ചെയ്യുന്നത് ബലക്കുറവിനും ലൈംഗിക ഉത്തേജനത്തിനും ഉദ്ധാരണത്തിനും നല്ലതാണ്. 30 പ്രായമായിട്ടും ഋതുമതിയാകാത്ത സ്ത്രീകൾ രാവിലെ 200 ഗ്രാം ശുദ്ധമായ എള്ള് 400 ഗ്രാം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് പിറ്റേന്ന് രാവിലെ ആ എള്ളും വെള്ളവും കൂടി സേവിക്കുക. ഇങ്ങനെ 3 ദിവസം സേവിച്ചാൽ ഒരാഴ്ചയ്ക്കകം ആർത്തവം ഉണ്ടാകുന്നതാണ്. 31 കക്കുംകായ എള്ളെണ്ണ പുരട്ടി ചൂടാക്കി സഹിക്കാവുന്ന ചൂടിൽ കൺപോളക്കുരുവിൻ്റെ മേൽ തടവിക്കൊണ്ടിരുന്നാൽ ആ കൺപോളയിലെ കുരു പിന്നെ വരില്ല. 32 കാരല് ചവച്ച് അല്പനേരം വായിൽ വെച്ച് ശേഷം തുപ്പിക്കളഞ്ഞാൽ പല്ലിന് നല്ലതാണ്. പല്ലിൻ്റെ ചെറിയ ഇളക്കങ്ങളൊക്കെ നിൽക്കുന്നതാണ്. 33 ചുക്കും ഇലവർഗവും ഏലത്തരിയും കറിവേപ്പിലയും ഉണക്കിപ്പൊടിച്ച് വറുത്ത എള്ള് ചേർത്ത് ശർക്കര പാവ് കാച്ചിയതിൽ യോജിപ്പിച്ചാണ് എള്ളുണ്ട ചികിത്സയ്ക്ക് വേണ്ടി ഉണ്ടാക്കുക. ഇതിൽ അല്പം മഞ്ഞളും ഗ്രാമ്പൂവും കൂടി ചേർക്കാവുന്നതാണ്. ഇതിൽ കറിവേപ്പില നെയ്യിൽ വറുത്ത് പൊടിച്ചും ചേർക്കാവുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന എള്ളുണ്ട പതിവായി കഴിച്ചാൽ മലബന്ധം കുറയാനായിട്ട് നല്ലതാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ്. പെൺകുട്ടികൾക്ക് ആർത്തവ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. പ്രായമായവരിൽ ബ്ലഡ് പ്രഷർ നോർമലാകാൻ സഹായിക്കും. കുഞ്ഞുങ്ങളുടെ ഹൈപ്പർ ആക്ടിവിറ്റി കുറയാനും ഇത് നല്ലതാണ്. 34 ആസ്മയുടെ ആരംഭത്തിൽ ഉപ്പ് ചേർത്ത എള്ളുണ്ട ശീലിച്ചു കഴിഞ്ഞാൽ രോഗം ശമിക്കുന്നതാണ്. 35 ജാതിക്ക അരച്ച് പേസ്റ്റാക്കി നല്ലെണ്ണ ചേർത്ത് ലേപനം ചെയ്ത് കഴിഞ്ഞാൽ തളർവാദം ശമിക്കുന്നതാണ്. 36 രാവിലെ 1 പിടി വറുത്ത എള്ള് ചവച്ച് തിന്ന ശേഷം തണുത്ത വെള്ളം കുടിക്കുക. എല്ലും പല്ലും ഒക്കെ ബലപ്പെടും. മെലിഞ്ഞവർ തടിക്കും. ഇത് രസായനവുമാണ്. 37 1 സ്പൂൺ നല്ലെണ്ണ ദിവസവും കഴിച്ചാൽ തടിച്ചവർ മെലിയാനായിട്ട് സാധ്യതയുണ്ട്. 38 കറുത്ത എള്ള് പാലിൽ പുഴുങ്ങി ചന്ദനം പോലെ അരച്ച് ലേപനം ചെയ്ത് കഴിഞ്ഞാൽ പക്ഷാഘാതം മൂലം സ്പർശനശേഷി നശിച്ച ഭാഗത്ത് ഉണ്ടാകുന്ന നീർക്കെട്ട് ഒരാഴ്ച കൊണ്ട് ശമിക്കും. പക്ഷാഘാതം മൂലം രക്തയോട്ടം ക്ഷയിച്ച് സ്പർശനശേഷി നഷ്ടപ്പെട്ട ഭാഗത്ത് ഉഴിച്ചിലും മറ്റും മൂലം
രക്തഓട്ടം ഉണ്ടാകുമ്പോൾ ഷോക്ക് പോലുള്ള ഒരു അനുഭവം ഉണ്ടാകാറുണ്ട്. അതിനും പാലിൽ പുഴുങ്ങി അരച്ച എള്ള് തേച്ച് പ്ലാവില, അവണക്കില, എരിക്കില, ഉമ്മത്തില മുതലായ വാതഹരങ്ങളായ ഏതെങ്കിലും ഒരു ഇല വെച്ച് തുണി കൊണ്ട് കെട്ടി 12 മണിക്കൂറിന് ശേഷം അഴിച്ചു മാറ്റുക. ഇങ്ങനെ ഒരാഴ്ച ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ വിഷമങ്ങൾ മാറുന്നതാണ്. 39 എള്ളാട്ടി എണ്ണ എടുത്തതിന് ശേഷമുള്ള ചണ്ടി ഉണക്കി കരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം പൽപ്പൊടിയായിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ ഒപ്പം ഉപ്പ്, കുരുമുളക്, ജാതിക്ക, ജാതിപത്രി മുതലായവ കൂടി ചേർത്താൽ വളരെ ഫലപ്രദമായിരിക്കും. വായനാറ്റം, പുഴുക്കുത്ത് എന്നിവ മാറിക്കിട്ടും. 40 ഭഗന്തരത്തിന് 25 ഗ്രാം എള്ള് 1 കപ്പ് പാലിൽ അരച്ച് ചേർത്ത് രാവിലെ മാത്രം പതിവായി കഴിച്ചാൽ നല്ല ആശ്വാസം ലഭിക്കുന്നതാണ്. 41 എള്ളിൻ ചണ്ടി കരിച്ചത് 4 ഫലം കുരുമുളക്, 12 കഴഞ്ച് ജാതിക്ക, ജാതിപത്രി, ഗ്രാമ്പു, അക്കിക്കറുവ, പച്ചക്കർപ്പൂരം എന്നിവ 3 കഴഞ്ച്, കാത്ത് 12 കഴഞ്ച് ഇതൊക്കെ എടുത്ത് പൊടിച്ച് യോജിപ്പിച്ച് പല്ല് തേക്കാനായിട്ട് ഉപയോഗിക്കാം. 42 1 കിലോ എള്ള് വറുത്ത് 1.5 കിലോ ശർക്കരയും കരിപ്പെട്ടിയും 25 ഗ്രാം ചേർക്കുക. ചുക്ക് പൊടിയും കൂടി ചേർക്കുക. ഇടിച്ച് ഒരു ലഡുവിൻ്റെ അളവിൽ സേവിച്ച് പുറമെ പാല് കുടിച്ചാൽ ഹോർമോൺ വ്യതിയാനം മൂലം മെലിഞ്ഞ സ്ത്രീകൾ തടിക്കും. അതായത് ഈസ്ട്രജൻ കുറയുന്നതാണ് അതിൻ്റെ കാരണം. ഇത് ഈസ്ട്രജൻ ഉൽപ്പാദനം ത്വരിതപ്പെടുത്തുന്നതാണ്. 43 4 ഗ്രാം എള്ളും 4 ഗ്രാം ത്രിഫലപ്പൊടിയും ചേർത്ത് സേവിച്ച് കഴിഞ്ഞാൽ ശരീരപുഷ്ടി ഉണ്ടാകുന്നതാണ്. 44 5 ഗ്രാം എള്ളരച്ച് 10 ഗ്രാം വെണ്ണ ചേർത്ത് സേവിച്ചാൽ അതിസാരം, വയറുകടി മുതലായവയ്ക്ക് നല്ലതാണ്. 45 എള്ളിൻ്റെ ഇലയും വിത്തും കൂടി കഷായം വെച്ച് 25 മില്ലി വീതം സേവിച്ച് കഴിഞ്ഞാൽ അതിസാരവും വയറുകടിയും ശമിക്കുന്നതാണ്. 46 വെളിച്ചെണ്ണയും നല്ലെണ്ണയും സമമെടുത്ത് ലേപനം ചെയ്താൽ തീപ്പൊള്ളൽ ശമിക്കുന്നതാണ്. 47 ബ്രഹ്മിയോ കയ്യുണ്യമോ നെല്ലിക്കയോ ചതച്ചു പിഴിഞ്ഞ നീരിൽ 4 ഇരട്ടി എള്ളെണ്ണ ചേർത്ത് വിധിപ്രകാരം കാച്ചി തേച്ച് കഴിഞ്ഞാൽ ശിരോരോഗങ്ങൾ ശമിക്കും, മുടി കൊഴിച്ചിൽ മാറും, മുടി സമൃദ്ധമായി വളരുകയും ചെയ്യും. 48 1 സ്പൂൺ എള്ളെണ്ണ വായിലൊഴിച്ച് വളരെ നേരം കുലുക്കുഴിയുക, ദന്തരോഗങ്ങളും മോണരോഗങ്ങളും ശമിക്കുന്നതാണ്. 49 ചെറുനാരങ്ങയുടെ തൊലി ഉണക്കി പൊടിച്ച് 4 തുള്ളി നല്ലെണ്ണയും അല്പം ഉപ്പും കൂട്ടി പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ലിന് നല്ല നിറമുണ്ടാകും, വായുനാറ്റം ഉണ്ടാവുകയില്ല. 50 ശരീരസ്ഥിതി നോക്കി 50-60 ഗ്രാം എള്ള് രാത്രി സേവിച്ച് ശുദ്ധജലം കുടിച്ചു കഴിഞ്ഞാൽ പല്ലുകൾ ബലപ്പെടുന്നതാണ്. 51 കുറുന്തോട്ടി വേരും അമുക്കുരവും കോലരക്കും കൂടി കഷായം വെച്ച് അതിൽ ജാതിക്ക വേവിച്ച് അരച്ച് ചേർത്ത് അതിൽ എള്ള് എണ്ണ കാച്ചി അരിച്ചെടുക്കുക. ഇത് പുരട്ടി ഒഴിഞ്ഞു കഴിഞ്ഞാൽ സ്തനങ്ങൾ ദൃഢവും വലുതുമായിരിക്കും. 52 1/4 ഗ്ലാസ് നല്ലെണ്ണയിൽ 1 കോഴിമുട്ട പൊരിച്ചെടുത്ത് ആ എണ്ണ മുഴുവൻ അതിൽ വലിപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് സേവിക്കുക. ഇങ്ങനെ 10 ദിവസം ഓരോ മുട്ട സേവിച്ച് കഴിഞ്ഞാൽ പിന്നെ വാതപ്പരു ഉണ്ടാവുകയില്ല. 53 അത്താഴശേഷം 1/4 സ്പൂണോ 1 സ്പൂണോ അളവിൽ നല്ലെണ്ണ സേവിച്ച് കഴിഞ്ഞാൽ മലബന്ധവും അർശസും ശമിക്കുന്നതാണ്. 54 രാത്രി കിടക്കാൻ നേരം വെളുത്ത എള്ള് 1 സ്പൂണ് ചവച്ചരച്ച് 20 മിനിറ്റിന് ശേഷം 1 ഗ്ലാസ് വെള്ളം കുടിക്കുക. ലൈംഗിക ശേഷി വർദ്ധിക്കുന്നതാണ്. 55 അമുക്കുരം, കുറുന്തോട്ടി വേര്, കോലരക്ക് എന്നിവ കഷായം വെച്ച് ജാതിക്ക വേവിച്ച് അരച്ച് കൽക്കനാക്കി എള്ളെണ്ണ ചേർത്ത് കാച്ചി ചരൽ പാകത്തിൽ അരിക്കുക. ഇത് പുരട്ടി ഒഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ സ്തനങ്ങൾ ദൃഢവും വലുതുമായിരിക്കും. ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസായും മുകളിലേക്കും താഴേക്കും ഒഴിയണം. പാലൂട്ടുന്ന അമ്മമാരിത് ചെയ്താലും മുലപ്പാൽ വർദ്ധിക്കും. മുരിങ്ങയിലയും ചെറുപയറും ഭക്ഷണമായിട്ട് ഉപയോഗിക്കുകയും വേണം. ഈ മരുന്ന് 2 തുള്ളി പല്ലിൽ തേച്ച് കഴിഞ്ഞാൽ വായുനാറ്റം അകലുന്നതാണ്. 56 എള്ള്
കടുക്ക, മഞ്ഞൾ, കൊട്ടം ഇവ അരച്ച് ദേഹത്ത് പുരട്ടി കുളിച്ചു കഴിഞ്ഞാൽ നല്ല നിറം ഉണ്ടായിരിക്കും. 57 ഋതുവാകാൻ വൈകുന്നവർക്കും ആർത്തവ ക്രമക്കേട് ഉള്ളവർക്കും കാരള്, ചുക്ക്, കുരുമുളക്, തിപ്പലി, ചെറുതേക്കിൻ വേര് എന്നിവ കഷായം വെച്ച് തെങ്ങിൻ ശർക്കര മേമ്പൊടിയായി സേവിക്കുന്നത് നല്ലതാണ്. 58 ഒരു വലിയ സ്പൂൺ എള്ളെടുത്ത് 1 ഗ്ലാസ് വെള്ളത്തിൽ രാത്രിയിട്ട് കാലത്ത് കുറച്ച് പഞ്ചസാര ചേർത്ത് രാവിലെ കുടിക്കുകയാണെങ്കിൽ ആർത്തവ തടസ്സം നീങ്ങി ക്രമത്തിലാകുന്നതാണ്. 59 നെല്ലിക്കാത്തോട്, കറുത്ത എള്ള് എന്നിവ കൂടുതൽ ശർക്കര ചേർത്ത് ഇടിച്ചു കൂട്ടി വെച്ച് ഓരോ ഉരുള ദിവസം 3 നേരം വീതം കഴിക്കുക. ഒപ്പം കറിവേപ്പിലയുടെ നീരൊഴിച്ച് കാച്ചിയ എണ്ണ തലയിൽ തേക്കുക. മുടി കൊഴിച്ചിൽ നിൽക്കും, മുടി കറുക്കും, അകാല നര മാറുകയും ചെയ്യും. 60 നട്ടെല്ലിൽ അനസ്തേഷ്യ കുത്തിവെച്ചാൽ പിന്നീട് ചിലർക്ക് കാലിൻ്റെ ചലനശേഷിയും സ്പർശശേഷിയും നശിച്ചു പോകാറുണ്ട്. എള്ള് പാലിൽ പുഴുങ്ങി ചന്ദനം പോലെ അരച്ചെടുത്ത് അതിൽ നായ്ക്കരണപ്പരിപ്പിൻ്റെ പൊടിയും അമുക്കുരത്തിൻ്റെ പൊടിയും അല്പം മഹാനാരായണ തൈലവും കൂട്ടി കുഴമ്പാക്കി ലേപനം ചെയ്യുക. ചലനശേഷിയും സ്പർശശേഷിയും ഉണ്ടാകുന്നതാണ്. തിരുമുകിഴി മുതലായ ചികിത്സയും വേണ്ടതായ ഔഷധ സേവയും കഴിഞ്ഞിട്ടാണ് ഇത് ഈ ഔഷധപ്രയോഗം ചെയ്യേണ്ടത്. രോഗാനുസരണം 12 ആഴ്ച വരെ ഈ ചികിത്സ ചെയ്യേണ്ടി വരാം. 61 എള്ളും കറുകയും പാലിലരച്ച് തേച്ച് നെല്ലിക്ക വെള്ളം കൊണ്ട് കുളിപ്പിച്ചാൽ കരപ്പനും ചർമ്മരോഗങ്ങളും സുഖപ്പെടുന്നതാണ്. 62 ചേർക്കുരു ശുദ്ധി ചെയ്യാതെ സേവിച്ചുണ്ടാകുന്ന വികാരങ്ങൾക്ക് എള്ളരച്ച് തേക്കുകയും പാൽ സേവിക്കുകയും ചെയ്താൽ ശമനമുണ്ടാകുന്നതാണ്. 63 മത്സ്യം കഴിച്ചുണ്ടാകുന്ന അജീർണത്തിൽ എള്ളിൻ്റെ പഞ്ചാംഗക്ഷാരം, പഞ്ചാംഗം എന്ന് വെച്ചാൽ ഇല, വിത്ത്, കായ, വേര് ഇങ്ങനെ ഉള്ള എല്ലാം കൂടിയതാണ്. അങ്ങനെ അത് കത്തിച്ച ചാരത്തെയാണ് പഞ്ചാംഗക്ഷാരം എന്ന് പറയുക. അത് കൊടുത്താൽ മാറുന്നതാണ്. 64 മൂത്രാശ്മരി അഥവാ മൂത്രാശയക്കല്ല് ന് വേണ്ടിയിട്ട് എള്ളിൻ്റെ ക്ഷാരം തേനും പാലും ചേർത്ത് കൊടുത്താൽ ഈ മൂത്രാശയക്കല്ല് ഒഴിവാകുന്നതാണ്. 65 ചേര് പൊള്ളിയത് കൊണ്ടുണ്ടാകുന്ന വിഷത്തിന് എള്ളരച്ച് തേക്കുകയും അത് തിന്നുകയും ചെയ്തു കഴിഞ്ഞാൽ മാറുന്നതാണ്. 66 എള്ളിൻ്റെ വിത്തും ഇലയും കൂടി അരച്ച് കഷായം വെച്ച്, അരയ്ക്കണ്ട, കഷായം വെച്ച് അതിൽ ശർക്കര ചേർത്ത് 25 മില്ലി വീതം പതിവായി കഴിക്കാമെങ്കിൽ വയറുകടി മാറും. മോര് കൂട്ടി ചോറുണ്ണുകയും ചെയ്യാം. 67 കാട്ടുവെള്ളരിയുടെ വടക്കോട്ട് പോയ വേര് 3 ഫലമെടുത്ത് ചതച്ച് 3ആയി എണ്ണയിലിട്ട് മൂപ്പിച്ച് ആ തൈലം 12 തുള്ളി വീതം ചോറിൽ കൂട്ടി സേവിച്ചു കഴിഞ്ഞാൽ കൈക്കും തലയ്ക്കുമുള്ള വിറയൽ, കഴുത്തിൻ്റെ പിൻഭാഗത്തുള്ള ഞരമ്പിൻ്റെ വിറയൽ എന്നിവ ശമിക്കുന്നതാണ്. 68 പച്ച നെല്ലിക്ക ഇടിച്ചു പിഴിഞ്ഞ നീരും പശുവിൻ പാലും ചേർത്ത് ഇരട്ടി മധുരം ആയി എള്ളെണ്ണ കാച്ചി നസ്യം ചെയ്തു കഴിഞ്ഞാൽ തലമുടി, മുഖരോമം ഇവയ്ക്ക് നല്ല കട്ടി ഉണ്ടാകുന്നതാണ്. 69 പുരാണഘട്ടം, ത്രിഫലത്തോട്, നന്നാറി എന്നിവ എള്ളെണ്ണയുടെ 4 ഇരട്ടി കയ്യോന്നി നീരിൽ അരച്ച് കലക്കി എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാൽ താരൻ, അകാലത്തിലുള്ള നര, ചൊറിച്ചിൽ, കഷണ്ടി എന്നിവ ശമിക്കുന്നതാണ്. 70 പുകയറ, തിപ്പലി, ദേവതാരം, ഉങ്ങിൻ്റെ അരി, ഇന്ദുപ്പ്, കടലാടി ഇവകൾ ചേർത്ത് എള്ളെണ്ണ കാച്ചി പുരട്ടുകയാണെങ്കിൽ മൂക്കിലുണ്ടാകുന്ന അർച്ചസ് ശമിക്കുന്നതാണ്. 71 എള്ളരച്ച് പൊതിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന കട്ടികളും അതുപോലെ തന്നെ കഴലകളും ഒക്കെ ഉടഞ്ഞ് നശിച്ചു പോകുന്നതാണ്. 72 എള്ളിൻ്റെ പിണ്ണാക്ക് ചേർത്ത് മോര് കാച്ചി കഴിഞ്ഞാൽ കഫരോഗങ്ങൾ ശമിക്കുന്നതാണ്. മോര് കഫരോഗങ്ങൾക്ക് പൊതുവെ നല്ലതല്ലെങ്കിലും ഈ ചികിത്സ ഫലപ്രദമാണ്. 73 കഴലകൾ, കരപ്പൻ, ചൊറി, വ്രണങ്ങൾ, നീരൊഴുക്ക്, തിണർപ്പ്, ത്വക്ക് രോഗങ്ങൾ മുതലായവയ്ക്ക് എള്ളിൻ്റെ പിണ്ണാക്കരച്ച് തേക്കുന്നത് നല്ലതാണ്. 74
എള്ളരച്ച് 4 കോഴിമുട്ട എള്ളരച്ച് മുട്ടയുടെ വെള്ള ചേർത്ത് പൂശിക്കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ മാറുന്നതാണ്. 75 കണ്ണിൽ ഓരോ തുള്ളി ശുദ്ധമായ നല്ലെണ്ണ അരിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ, ഓരോ തുള്ളി കൂടരുത്, കണ്ണിലെ ചുവപ്പ്, വേദന, നീരൊഴുക്ക് മുതലായവ ശമിക്കുന്നതാണ്. കണ്ണിലെ ദോഷം കൊണ്ടുണ്ടാകുന്ന തലവേദന, കൊടിഞ്ഞി മുതലായവ ശമിക്കുന്നതാണ്. 76 എള്ളും അമുക്കുരപ്പൊടിയും കൂടി പൊടിച്ച് ചേർത്ത് തേനിൽ ചാലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ മുഖകാന്തിയും മുഖസൗന്ദര്യവും വർദ്ധിക്കുന്നതാണ്. 77 എള്ളും അരിയും വേവിച്ച് നെയ്യും പാലും പഞ്ചസാരയും തേനും കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ മുലയൂട്ടുന്ന അമ്മമാരുടെ മുലപ്പാൽ വർദ്ധിക്കുന്നതാണ്. 78 ചുക്കും എള്ളും എള്ളെണ്ണയിൽ അരച്ച് കലക്കി കാച്ചിയെടുത്ത എണ്ണ വായിൽ കൊണ്ടാൽ മോണപഴുപ്പ് മാറ്റാവുന്നതാണ്. 79 എള്ളെണ്ണയിൽ വെളുത്തുള്ളി ചേർത്ത് സേവിച്ചു കഴിഞ്ഞാൽ അപസ്മാരം കുറയുന്നതാണ്. 80 ചുവന്നുള്ളിയുടെ നീരും നല്ലെണ്ണയും ചേർത്ത് സേവിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കുന്നതാണ്. 81 ചെറുകടലാടി സമൂലം അരച്ച് നല്ലെണ്ണയിൽ ചാലിച്ച് സേവിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളിലെ രക്താതിസാരം അല്ലെങ്കിൽ രക്തം പോക്കിനെ തടയുന്നതാണ്. 82 എള്ള് പാലിലരച്ച് ചുണ്ടിൽ പുരട്ടിയാൽ ചുണ്ടുവീക്കവും വേദനയും ഇല്ലാതാകുന്നതാണ്. 83 എള്ളിൻ്റെ ഇല കഷായം വെച്ച് അതിൽ തല കഴുകുന്നത് മുടി കൊഴിച്ചിലിനെ തടയുന്നതാണ്. 84 നെല്ലിക്ക, എള്ള്, കയ്യോന്നി എന്നിവ ഉണക്കിപ്പൊടിച്ചത് സമം കലർത്തി ഉരുക്കിയ ശർക്കരയുമായി ചേർത്ത് ഭരണിയിൽ സൂക്ഷിച്ച് 1 സ്പൂൺ വീതം കഴിച്ചു കഴിഞ്ഞാൽ ദീർഘായുസ്സിന് കാരണമാകും. 85 എള്ളും തുമ്പപ്പൂവും പാലിൽ ചേർത്ത് സേവിച്ച് വെണ്ണയുമായി ചേർത്ത് തേച്ചു കഴിഞ്ഞാൽ പരുവിന് സൗഖ്യമുണ്ടാകും. കൃഷി രീതികളെ നോക്കാം. മഹംമുഖത്ത് വിത്തെറിയണം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്, പ്രസിദ്ധമാണ്. മഹം ഞാറ്റുവേലയിൽ എള്ള് വിതയ്ക്കുന്ന രീതി പൊതുവെ കേരളത്തിൽ പണ്ട് തുടങ്ങിയുണ്ട്. ഓണാട്ടുകരയിലെ എള്ള് വിതയ്ക്കുന്നത് മാസത്തിലെ വെളുത്ത വാവിനാണ്. വെള്ളക്കെട്ടില്ലാത്ത നെൽപ്പാടങ്ങളിലെല്ലാം കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് എള്ള്. മകരം, കുംഭം മാസങ്ങളിലെ രാത്രിയിലെ മഞ്ഞ്, പകൽ സമയത്തുള്ള ചൂട് എന്നീ കാലാവസ്ഥയാണ് എള്ള് കൃഷിക്ക് പറ്റിയ കാലാവസ്ഥ. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലെ കൃഷിക്ക് മുൻപായി 1 ചാൽ കൂടി ഉഴുത് വയൽ തോർന്നതിന് ശേഷമാണ് എള്ള് വിതയ്ക്കുന്നത്. രാവിലെ 10 മണിക്ക് മുൻപോ വൈകിട്ട് 3 മണിക്ക് ശേഷമോ ആയിരിക്കും എള്ള് വിതയ്ക്കുന്നത്. വിതച്ചതിന് ശേഷം പച്ചച്ചാണകം വിതറി വീണ്ടും പാടം ഉഴുകുന്നു. വളരെ ചെറിയ ഈർപ്പത്തിൽ വളരുന്ന എള്ളിന് മുളച്ച് 4 ഇല പരുവമാകുമ്പോൾ ഇളക്കി വളമിടാവുന്നതാണ്. 1 മാസം കഴിഞ്ഞ് രാസവളങ്ങളോ ജൈവവളങ്ങളോ ചേർക്കാവുന്നതാണ്. പണ്ട് കാലങ്ങളിൽ ചില കൃഷിക്കാർ അതിരാവിലെ മഞ്ഞിൽ കുതിർന്നു നിൽക്കുന്ന ഇലകളിലേക്ക് പൊടിമണ്ണ് വാരിയെറിയാറുണ്ട്. മണ്ണിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ഇലകൾ വലിച്ചെടുത്ത് കരുത്തോടുകൂടി വളരുന്നതിന് ഇത് കാരണമാകും. സാധാരണ 3 മാസമാണ് എള്ള് കൃഷിക്ക് വേണ്ടി വരുന്ന സമയം. ചെടി മൂടോടെ പിഴുത് എടുത്ത് അത് കെട്ടുകളാക്കി തണലത്ത് സൂക്ഷിക്കും. അങ്ങനെ സൂക്ഷിച്ച കെട്ടുകൾ 3-4 ദിവസത്തിന് ശേഷം എടുത്ത് കുടയുമ്പോൾ അതിലെ ഇലകളെല്ലാം ഉതിർന്നു വീഴും. ചില കൃഷിക്കാർ ഇലകൾ ഉതിർന്നു വീഴുന്നതിനായിട്ട് കെട്ടുകൾക്ക് മുകളിൽ ചാരം വിതറുന്ന രീതിയുമുണ്ട്. ഇങ്ങനെ ഇലകൾ മുഴുവൻ ഉതിർന്ന എള്ള് ചെടിയുടെ ചുവട് വെട്ടിമാറ്റി തഴപ്പായിൽ വിതിർത്തി വെയിലിൽ ഉണക്കാൻ വയ്ക്കും. തനിയെ കൊഴിഞ്ഞു വീഴുന്ന വിത്തുകളാണ് അടുത്ത കൃഷിക്കായി ഉപയോഗിക്കാറുള്ളത്. ഇതിനെ തലയെള്ള് എന്ന് പറയുന്നു. വീണ്ടും ഉണക്കി ഉതിർത്തെടുക്കുന്ന എള്ളിനെ പൂവലെള്ള് എന്നാണ് പറയുന്നത്. ഇങ്ങനെ എടുക്കുന്ന എള്ളാണ് എണ്ണയുടെ ആവശ്യത്തിലേക്കും പലഹാരങ്ങളിലേക്കുമൊക്കെ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ചീനഭരണിയിൽ നല്ലെണ്ണ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഗുണം നഷ്ടമാകാതെ ദീർഘകാലം ഉപയോഗിക്കാവുന്നതാണ്.
കാൽസ്യം പോലുള്ള വിറ്റാമിനുകൾ അധികമായവർക്ക് എള്ള് അത്രയ്ക്ക് കഴിക്കാൻ പാടില്ല. എള്ളെണ്ണ തിളപ്പിച്ച് അകത്ത് കഴിച്ചാൽ ഉപയോഗിക്കുന്നത് കുറയ്ക്കേണ്ടതാണ്. കാരണം വെളിച്ചെണ്ണയും ഒലിവെണ്ണയും അല്ലാത്ത സസ്യ എണ്ണകളെല്ലാം പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്. അതിൽ ഒമേഗ 6 കൂടുതലാണ്. അത് രക്തത്തിൽ ഇൻഫ്ലമേഷൻ വർദ്ധിപ്പിക്കും. അത് കാരണം രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ടാകും. ട്രാൻസ്ഫാറ്റ് എന്ന് പറയുന്നത് സസ്യ എണ്ണകളിൽ, അതായത് കോണെണ്ണ ഓയിൽ, പാം ഓയിൽ, അങ്ങനെയുള്ള ഓയിലുകളിൽ ഹൈഡ്രജൻ കടത്തിവിട്ടുണ്ടാകുന്ന കൃത്രിമ കൊഴുപ്പാണ് ഈ ഉള്ളത്. ഇത് ശരീരത്തിന് ഉപയോഗിക്കാൻ കഴിയാതെ കരളിൽ അടിഞ്ഞുകൂടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് അകത്ത് ഉപയോഗിക്കുന്നത് സൂക്ഷിക്കണം. പാർശ്വഫലങ്ങളെ നോക്കാം. എള്ളെണ്ണ കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ ഗർഭം അലസാനായിട്ടുള്ള സാധ്യതയുണ്ട്. നല്ലെണ്ണ അധികമായി ഉപയോഗിച്ച് ദഹനക്കേടുണ്ടായാൽ ഇരട്ടി മധുരം പൊടിച്ച് കടലപ്പിണ്ണാക്ക് ചേർത്ത് സേവിക്കുന്നത് നല്ലതാണ്. മായം എങ്ങനെയാണെന്ന് നോക്കാം. മാർക്കറ്റിൽ അനേകം ബ്രാൻഡ് നല്ലെണ്ണ കിട്ടാനുണ്ട്. എന്നാൽ എള്ള് കൃഷി അപൂർവമാണ്. 2.5 കിലോ എള്ള ആട്ടിയാലേ 1 ലിറ്റർ എണ്ണ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കിട്ടുന്നത് വ്യാജമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. കരിയോയിൽ വരെ ശുദ്ധി ചെയ്ത് എള്ളെണ്ണയിൽ ചേർക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. ധാരാളം പഴഞ്ചൊല്ലുകൾ എള്ളുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലുണ്ട്. എള്ളളവിൽ തിന്നാൽ പറയളവിൽ തിന്നാം, എള്ളിട തെറ്റിയാൽ വില്ലിട, എള്ളിട്ട് കുറുക്കണം, നെയ്യൊഴിച്ച് ചുവക്കണം, എള്ളിന് തക്ക എണ്ണ, എള്ളിനേഴുഴവ്, കൊള്ളിനൊരുഴവ്, ഏഴിലും ചൊള്ളിലും ചൊള്ളായലോ, എള്ളിലെ ലാഭം മുദ്രയിൽ തീരും, എള്ളിൽ വീണ ഒച്ചുപോലെ, എള്ളും അരിയും കലർന്ന പോലെ, എള്ള് ചെറുതാണെന്ന് വെച്ച് എണ്ണ ചീത്തയാകുമോ, എള്ള് ചോരുന്നതേ കാണൂ, എണ്ണ ചോരുന്നത് കാണാനില്ല, എള്ളുണങ്ങുന്നത് എണ്ണയ്ക്ക് കുറിഞ്ചാത്താനുണങ്ങുന്നതോ, എള്ളു തിന്നാൽ എള്ളോളം വിശപ്പ് മാറും, എള്ള് കീറി കണക്ക് പറയുക. ഇങ്ങനെ ഒട്ടേറെ എള്ളുമായിട്ട് ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളുണ്ട്. ഭാഷയിലും മനുഷ്യജീവിതത്തിലും എത്രത്തോളം എള്ള് സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ഈ പഴഞ്ചൊല്ലുകൾ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്നത്. ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ മാത്രമേ ചെയ്യാവൂ. അറിവിന് വേണ്ടിയിട്ടാണ് ഈ പ്രയോഗങ്ങൾ പറഞ്ഞത്. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.